ഓക്കെ, അപ്പോൾ നമ്മളുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സാണ്. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ ഫ്ലോസ് ഓഫ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ക്യാഷാണ്. ഒരു ബിസിനസ്സിലേക്ക് എത്രത്തോളം ക്യാഷ് വരുന്നുണ്ടെന്നും എത്രത്തോളം ക്യാഷ് ഔട്ട് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നും മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഷോ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ക്യാഷ് ഈക്വലൻസ് ആൻഡ് ക്യാഷ് ഫ്ലോസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. They have three major classifications of cash flows. Business activities that affect cash are classified as. നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റീസിൽ ക്യാഷ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന 3 ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, cash flows from financing activities, and last cash flows from investing activities. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്, ദെൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഈ 3 മേജർ ആക്ടിവിറ്റീസ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഈ 3 ആക്ടിവിറ്റീസുമാണ് നമ്മൾ ശരിക്കും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും അതിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. Operating activities are the main revenue generating activities of the enterprise. ഒരു ബിസിനസ് എൻ്റർപ്രൈസിലെ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന കാര്യങ്ങളാണ് എന്ത്? പ്രൊഡ്യൂസിങ് ഓർ അക്വയറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെല്ലിംഗ് ദം. നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ പ്രൊഡക്ട്സിനെ സെയിൽ ചെയ്യുന്നതൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഓപ്പറേഷൻസ്. ആ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൊഡ്യൂസിങ് ഓർ അക്വയറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെല്ലിംഗ് ദം. ഓക്കെ, ദെൻ ദീസ് ഇൻവോൾവ് പ്രൊഡ്യൂസിങ് ഓർ അക്വയറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെല്ലിംഗ് ദം. ദെൻ നോക്കാം. ഇൻ ഷോർട്ട്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഓപ്പറേഷൻ. ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ ഒരു ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോസ് നോക്കാം. ദേ ഹാവ് 2 മേജർ ക്ലാസ് ക്യാഷ് ഫ്ലോസ്. ദേ ആർ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അതിൽ ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഒരു ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നതിൻ്റെ മേജർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണ്? ക്യാഷ് സെയിൽ കണ്ടക്ട് ചെയ്യുക. ക്യാഷ് സെയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് എന്ത് വരും? നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ കൂടി അതിലേക്ക് ഫണ്ട്, നമ്മുടെ ക്യാഷ് ബിസിനസ്സിലേക്ക് വരും. ഇപ്പോൾ ഫസ്റ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് ക്യാഷ് സെയിൽ എന്ന് പറയുന്നത്. ദെൻ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്. നമ്മൾ ഇൻകം ടാക്സ് കൊടുത്തതിൽ എന്തെങ്കിലും റീഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് തിരിച്ച് ബിസിനസ്സിലേക്ക് വരുവാണ്. ദെൻ നെക്സ്റ്റ്, ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ റെൻഡറിങ് സർവീസസ്. നമ്മളിപ്പോൾ കടത്തിനൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ അത് ഡെപ്റ്ററാണ്. അപ്പോൾ ആ ഡെപ്റ്റേഴ്സ് നമുക്ക് ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്? ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്യാഷ് റിസീപ്റ്റ്സ് ഫ്രം റോയാലിറ്റീസ്, ഫീസ് ആൻഡ് അതർ റവന്യൂസ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് നമ്മൾ റോയാലിറ്റീസോ ഫീസോ ഒക്കെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്? ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഔട്ട്ഫ്ലോസിന് വേണ്ടിയിട്ട് ഫണ്ട് ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഐറ്റം നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫണ്ടാണ് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും വന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് യൂസ് ചെയ്തിട്ടാണ് ക്യാഷ് ഔട്ട്ഫ്ലോസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പിക്ചറിൽ മെൻഷൻ ചെയ്യുന്നത്. നോക്കുക, ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അവിടെ ക്യാഷ് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യും.
ക്യാഷ് ഇൻഫ്ലോ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് സെയിൽ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അതേപോലെ തന്നെ കമ്മീഷൻ റിസീവ്ഡ്, റിയാലിറ്റി റിസീവ്ഡ്, റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. അപ്പം നമ്മളിത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ചൂസ് ചെയ്യുക? താഴെ നോക്കുക, നമ്മുടെ ക്യാഷ് പർച്ചേസ് കണ്ടക്ട് ചെയ്യാനായിട്ട്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഡയറക്റ്റ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെറിയൊരു മോഡൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസ് ആണ് നോട്ട് ചെയ്യുന്നത്. അതിൽ വരുന്നൊരു ഐറ്റമാണ് ക്യാഷ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം, ക്യാഷ് ഔട്ട്ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നമ്മൾ ഇൻഫ്ലോസ് നോക്കി, അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്തെല്ലാം ഔട്ട്ഫ്ലോസ്, ക്യാഷ് ഔട്ട്ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് ക്യാഷ് പർച്ചേസ് ആണ്. നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ നിന്ന്, ഫേമിൽ നിന്ന് ക്യാഷ് ബിസിനസ്സിൽ നിന്ന് ഔട്ട്ഫ്ലോ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദെൻ ക്യാഷ് പേയ്മെൻറ്റ്സ് ടു സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമ്മൾ കടത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ദെൻ ക്യാഷ് പേയ്മെൻറ്റ്സ് ടു ഗവൺമെൻറ് ഫോർ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ടാക്സസും അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്യൂട്ടീസ് പേയ്മെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് പറയുന്നത്. ദെൻ അപ്പം നമുക്ക് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തു. അതിൽ തന്നെ എന്താണ്, ഇൻഫ്ലോസും പറഞ്ഞു, ഔട്ട്ഫ്ലോസ്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് നോക്കുക. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് ചേഞ്ചസ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മളുടെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആർ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് റിസൾട്ട്സ് ഇൻ ചേഞ്ചസ് ഇൻ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്. അതായത് നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷൻ എന്തായിരിക്കും, ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് പറയുന്നത്. ഇപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പം നമ്മളുടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മുടെ ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് ഇപ്പം പ്രിഫറൻസ് ഷെയർ, അതുപോലെ തന്നെ ഡിബഞ്ചർ, ഇക്വിറ്റി, നമ്മൾ പ്രിഫറൻസ് ഷെയർ എന്ത് ചെയ്യാണ്, റിഡംഷൻ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് എന്ത് പോകും, ഫിനാൻസ് ഫണ്ട് ക്യാഷ് പോകുന്നുണ്ട്. കാരണം എന്താ, അതൊരു ഔട്ട്ഫ്ലോ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. First of all, cash flows from financing activities. This include cash inflows and cash outflows. First, cash inflows from financing activities നോക്കാം. ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ. നമ്മൾ പുതിയൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് വന്നു. കാരണം എന്താണ്, ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ. നമ്മൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്. ദെൻ നെക്സ്റ്റ്, ക്യാഷ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് എക്സെട്ര. അതേപോലെ തന്നെയാണ് നമ്മൾ ഡിബഞ്ചറും ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്. ദെൻ നെക്സ്റ്റ്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ആൻഡ് ബോറോയിങ്സ്. നമ്മൾ എന്തെങ്കിലും ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേം ബോറോയിങ്സ്, ദറ്റ് മീൻസ് ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ അതും എന്താണ്, ലോൺ എടുക്കുന്ന സമയത്ത് ലാബിലിറ്റി ആണെങ്കിൽ കൂടി ക്യാഷ് ബിസിനസ്സിലേക്ക് ഇൻഫ്ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, ക്യാഷ് ഔട്ട്ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ചും വരുന്നുണ്ട്, അതേപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആൻഡ് ലോൺ. അതായത് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്, നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലും ഡിവിഡൻഡ് നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡിവിഡൻഡ് കൊടുക്കുന്നത് അതെന്തുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറൈസ് ചെയ്യുന്നത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, അതേപോലെ തന്നെ നമ്മുടെ ഡെപ്റ്റ്, ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ക്യാപിറ്റലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ
ഡിവിഡൻഡ് നമ്മുടെ കമ്പനിയിലുള്ള ഷെയറിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഡിവിഡൻ്റാണ് ഇവിടെ ഡിവിഡൻഡ് പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നൊരു ഔട്ട്ഫ്ലോ ആണ്. ദെൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് നമ്മളെന്താ, ഡിബെഞ്ചർ മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുത്ത് നമ്മളുടെ ഡിബെഞ്ചർ തിരിച്ചു വാങ്ങിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആൻഡ് ലോൺസ്, നമ്മളുടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് അതേപോലെ തന്നെ ലോണിൻ്റെ മുകളിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കും, ഡിബെഞ്ചറിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ്, ലോണിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്താണ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്ന ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. Investing activities are activities relating to acquisition and disposal of fixed assets and investment. ഇപ്പോൾ നമ്മൾ 3 കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അതിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ബിസിനസ്സിൽ വന്നിട്ടുള്ള ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് മെൻഷൻ ചെയ്തത്. ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റി മീൻസ് നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഓൺഡ് ആൻഡ് ബോറോഡ് ക്യാപിറ്റലിൽ വരുന്ന മാറ്റങ്ങൾ, അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. നമ്മളുടെ ഈ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ കിട്ടുന്ന ഫണ്ട് ചൂസ് ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് ഫിക്സഡ് അസറ്റ് അക്വിസിഷൻ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ വേറൊരു ബിസിനസ്സിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഫിക്സഡ് അസറ്റ്സ് നമ്മൾ അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുമ്പോഴും ഫിക്സഡ് അസറ്റ്സ് വിൽക്കുമ്പോഴും അവിടെ വിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഡിസ്പോസലിൻ്റെ സമയത്ത് ക്യാഷ് ഇൻഫ്ലോ ആണ്, അക്വിസിഷൻ്റെ സമയത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പറയുന്നതെന്ന്. ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ദെൻ ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാഷ് കളക്ഷൻ ഓഫ് ലോൺ ഫ്രം ബോറോവേഴ്സ്. നമ്മൾ ബോറോവേഴ്സിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ലോൺ കൊടുത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ എന്താണ്, പുറത്ത് ഒരു ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാണ്, ലോൺ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിൽ നമ്മൾ ബോറോഡ് ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് ഡിബെഞ്ചറിലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. ദെൻ ക്യാഷ് റെസിപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നമ്മുടെ ബിസിനസ്സിലുള്ള ഫിക്സഡ് അസറ്റ് നമ്മൾ ഏതെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ, സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് ബിസിനസ്സിലേക്ക് വരും. അതും എന്താണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നൊരു ഇൻഫ്ലോ ആണ്. ദെൻ നെക്സ്റ്റ്, ക്യാഷ് റെസിപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് സച്ച് എ ഷെയർസ്, ഡിബെഞ്ചേഴ്സ് എക്സെട്ര. അതായത് നമ്മുടെ വേറൊരു ബിസിനസ്സിൻ്റെ മുകളിൽ ഡിബെഞ്ചറിലോ അല്ലെങ്കിൽ ഷെയറായിട്ടോ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിൽക്കുന്ന സമയത്ത്, അതായത് ഡിബെഞ്ചറൊക്കെ മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സെയിൽ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ഇൻഫ്ലോ ആണ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പുറത്തൊരു ബിസിനസ്സിൽ വെച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മെൻഷൻ ചെയ്യുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾക്ക് കിട്ടുന്നത്, ഇതിപ്പോൾ നമ്മൾ ഡിബെഞ്ചറിലാണ് നമ്മുടെ വേറെ പുറത്തൊരു ബിസിനസ്സിൽ നമ്മളുടെ കമ്പനി വേറൊരു കമ്പനിയിൽ എന്ത് ചെയ്യുകയാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിബെഞ്ചറിലോ പ്രിഫറൻസ് ഷെയറിലോ ഒക്കെ കൂടുകയാണെങ്കിൽ ആ ഡിബെഞ്ചറിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഷെയർ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. ഇതെന്താണ്, ഈ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ക്യാഷ് ഔട്ട്ഫ്ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലോൺസ് ഗിവൺ ടു ബോറോവേഴ്സ്. നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്, നമ്മളുടെ കമ്പനിയിലുള്ള ക്യാപിറ്റൽ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ക്യാപിറ്റൽ ഉണ്ട്, ഇപ്പം പുറത്ത് വേറൊരു ബിസിനസ്സിൽ നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ എന്താണ്, ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് അവിടെ, ദാറ്റ് മീൻസ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ്സ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്
അവിടെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുക. അങ്ങനെയാകുന്ന സമയത്ത് ബിസിനസ്സിൽ നിന്ന് എന്താണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് എന്ത് ക്യാഷ് പേയ്മെൻറ്റ്സ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഫോർ ദ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വേറൊരു കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങിക്കുകയാണ്. ഡിബഞ്ചർ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു നിക്ഷേപമാണെങ്കിലും ആ ഡിബഞ്ചർ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നിക്ഷേപം ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഡിബഞ്ചർ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറിൽ കൂടുന്നത്. അപ്പോൾ അതും എന്താണ്, അവിടെ ക്യാഷ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ എ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന മേജർ 3 ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 3 ആക്ടിവിറ്റീസുമാണ് മെൻഷൻ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളുടെ ക്യാഷ് സെയിലും ക്യാഷ് പർച്ചേസും, അല്ലേ അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്നത്, ക്രെഡിറ്റേഴ്സിന് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്, അതാണ് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിൽ വരുന്ന ബിസിനസ് ഡെയിലി ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിലും പർച്ചേസും. പർച്ചേസ് ചെയ്യാൻ ക്രെഡിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും, അതേ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ആ ക്യാഷ് റിസീവ് ചെയ്യും, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് പറയുന്നത്. ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ്, നമ്മുടെ ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും. അപ്പം നമ്മളുടെ പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരും, അതൊരു ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മൾ റിഡംഷൻ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ക്രിയേറ്റ് ചെയ്യും. എന്താണ് അത്, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ദെൻ അതേപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ ബിസിനസ്സിൽ വന്നിട്ടുള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ഡിവിഡൻഡ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. പക്ഷേ നമ്മൾ ഡിവിഡൻഡ് റിസീവ്ഡ് അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഇൻഫ്ലോസ് ആണ്. അത് എന്ത് ആക്ടിവിറ്റിയാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഈ നമ്മൾ ഡിവിഡൻഡ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിനാൻസിങ് ആക്ടിവിറ്റീസിലാണ് മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതേപോലെ ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലല്ലേ നമ്മൾ ബിസിനസ്സിലേക്ക് റിസീവ് ചെയ്യുക. അതായത് ഡിവിഡൻഡ് നമ്മൾ പുറത്തൊരു ബിസിനസ്സിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ നമുക്ക് ബിസിനസ്സിലേക്ക് എന്ത് വരും, ഡിവിഡൻഡ് കിട്ടും, റിസീവ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 മേജർ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുക ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിൽ 2 മെത്തേഡ് പറയുന്നുണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡും അതിൻ്റെ സ്പെസിമെൻ, അതായത് ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്കടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.